എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന്, അന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ ആരും തയ്യാറല്ല, ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പള രാജുവും ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി BTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു. എല്ലാവരുടെയും മാമുക്കോയെ അടക്കം ഇവിടെ എല്ലാം ഇന്നസെൻ്റ് അടക്കമുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് ചേർക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാണ്, ഒരു സംശയവും വേണ്ട. അതിൻ്റെ കാറ്റ് പോയി. ഇപ്പം നമുക്ക് അംഗങ്ങളായിട്ടുള്ളവരുടെ ഇല്ലേരി കൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മളിതിൻ്റെ കാറ്റ് പോയി. അത് നശിപ്പിക്കണമെന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. കാരണം എന്താ പറയുക, 150 ആളുകൾ അല്ലെ കൃഷ്ണകുമാർ എത്ര പേര്, 157 130 പേർക്ക് മാസം 5000 രൂപ വെച്ച് കൈനീട്ടമായി. ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പഴയ നടീനടന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം, ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിൻ്റെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട്, വളരെ വേദനയുണ്ട്. കാരണം 5000 രൂപ കൊടുക്കുന്ന മാത്രമല്ല, എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ്. ഇവർക്കെല്ലാം എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നറിയാം. ഇത് വളരെ നിസ്സാരമല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതലുള്ളൂ. ഞാൻ സുരേഷിനോട് പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ഒരു വർഷം, ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 4 കോടി 5 കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോകാം. കാരണം 130 പേർക്ക് 5000 രൂപ വെച്ച് കൊടുക്കണം. ഇതുകൂടാതെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം. ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞാൽ പെട്ടെന്ന് പോയി പൈസ കൊടുത്ത് സഹായിക്കണം. ഇനി ആരുണ്ട്? മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല, ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്ന് ഒരു നല്ല പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിന് കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കൂട്ടി. കാണുമ്പോൾ രസമാണ്, ഒരു സംഘടന തകർന്നല്ലോ, സന്തോഷിക്കാം. കുറച്ച് കഴിയുമ്പോൾ തകർന്നു എന്നറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഇതിനെ ആരാ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ പല ചുമതലകൾ നമുക്കുണ്ട്. അതൊന്നും അവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവരോട് സംസാരിച്ചില്ല, പിണക്കുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ അതിൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായൊരു ദിവസമാണ്. ഞാൻ കൊല്ലം വരുമ്പോഴാണ് ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനെ ഇതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല, അത് മോശമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെയാണ് 2-3 ദിവസങ്ങൾ മുമ്പ് സൂചിപ്പിച്ചത്. പക്ഷേ എങ്കിലും അതിൻ്റെ പുറകെ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ, ഇത് ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആര് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നാലും ദിനേശ് പണിക്കർക്ക് അറിയാം, ഇത് നിലനിർത്താൻ പറ്റില്ല. മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെൻ്റ് നന്നായി നടത്തി. അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ ഇടവും പോലും മമ്മൂട്ടി മോഹൻലാൽ നിൽക്കുമായിരുന്നു. ഈ ഒരു പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് വരുന്നതെന്നും ഒക്കെ നിങ്ങൾ കണ്ടുകൊള്ളുക. എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ് അതൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയാവുന്ന കാര്യങ്ങൾ. ഇത് സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാകും. അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു. ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുണ്ടാകാവുന്ന ഇതിൻ്റെ ഗുണഫലം വഹിക്കുന്ന പാവങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അവരെ പറ്റി ചിന്തിക്കണം. അപ്പോൾ നമ്മളെ പാർട്ടി തന്നെ ഉണ്ട്. നമ്മൾ പാർട്ടി പാവങ്ങളെ സഹായിക്കുന്ന ഒരു പാർട്ടിയായാലും മാത്രമേ ആളുകളുടെ സഹായം കിട്ടും. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ പറ്റുന്നുണ്ട്. ഏറ്റവും പാവപ്പെട്ടവർ ഇന്നും പാവപ്പെട്ടവരാണ്. ഒരുപാട് പേര് ജീവിതത്തിൽ ഉയരാനുണ്ട്. അപ്പോൾ നമ്മളൊരാൾ കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു, അയാൾക്ക് കാശ് കൊടുത്ത് സഹായിക്കണം. പക്ഷേ ഒരു നിവൃത്തിയുമില്ലാതെ. കാരണം ചിലർക്കൊരു ശാപം പോലെയാണ്. ഒരാൾക്ക് അസുഖം മാറുമ്പോൾ വീട്ടിൽ വേറൊരാൾക്ക്. അങ്ങനെ ചില വീടുകളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ശാപം കിട്ടിയ പോലെയാണ്. കാരണം അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പരിശോധന, ഓപ്പറേഷൻ, ഇങ്ങനെ നമ്മളെ ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള ഒരു പരിഹരിക്കാൻ കഴിയില്ലല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് വിഷമിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാടും. നമുക്കവരെ ഒരു വിധത്തിലും കൈപിടിച്ച് കയറ്റാൻ പറ്റില്ല. അച്ഛന് മാരകമായ അസുഖം, അമ്മയ്ക്ക് മാരകമായ അസുഖം, കുഞ്ഞിന് അതിനേക്കാളും വലിയ സർജറി വേണം. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അങ്ങ് ഹൃദയം കൊണ്ട് തകർന്നു. നമ്മളത് അങ്ങനെ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ട്. ആ അവസ്ഥയൊക്കെ ഉണ്ട്. ഏതോ സംഘടനയാണോ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ നമ്മൾ അഭിനന്ദിക്കണം. എൻ്റെ നാട്ടിലാണ് ഗാന്ധി ഭവൻ എന്ന സ്ഥാപനം. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇത്രയും ദിവസം അഭിനയം നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റേജ് ഷോയ്ക്കുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തി പടുത്തുയർത്തിയ ഒരു വലിയ പ്രസ്ഥാനം. നമ്മളൊക്കെ അതിൻ്റെ തുടക്കത്തിൽ കല്ലിട്ട ആൾക്കാരാണ്. പക്ഷെ പിന്നീട് അത് വളർന്ന് പന്തലിച്ചു. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക്. ഞാൻ ഇലക്ഷൻ മത്സരിച്ചില്ല, ഞാൻ മത്സരിക്കാൻ നിർബന്ധിച്ചോ പോയില്ല, എല്ലാം ചെയ്തു. പക്ഷേ ഇന്ന് നശിച്ചത് സിനിമാ രംഗത്തെ ഏറ്റവും വലിയ സംഘടന. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുപോലെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടീനടന്മാർക്ക് കൈനീട്ടം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സിനിമാ സംഘടനകളും ഇല്ലെന്ന് നമ്മൾ ആലോചിക്കണം. അതിനകത്ത് തന്നെ ചില ആൾക്കാരുണ്ട്, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, കാലം തെളിയിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഒരു പാർട്ടി പ്രവർത്തകരോട് ഞാൻ പറയും, നമ്മൾ നെഗറ്റീവായി ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ ഒരു പുരോഗമന ആശയം പാർട്ടി നടന്നെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പാർട്ടി പ്രവർത്തകർ, നേതാക്കന്മാർ അവരുടെ കൂടെ നിൽക്കണം, അവരെ സഹായിച്ചു കൊടുക്കണം. അവർ പഞ്ചായത്ത് പ്രസിഡന്റ് പല അധികാരങ്ങളുണ്ട്. അപ്പോൾ അവരൊരു ചെറിയ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പദ്ധതിയിൽ നമ്മളേതായ സഹായമായിട്ട് നമ്മൾ ഓടിയെത്തണം. അല്ല നമ്മളെന്തിനേയും വിമർശിക്കുക, ആരെ കിട്ടിയ മന്ത്രിമാരെ വിമർശിക്കുക, അത് കഴിഞ്ഞ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിമർശിക്കുക, വാർഡ് മെമ്പറെ വിമർശിക്കുക, വളരെ എളുപ്പമുള്ള കാര്യമാണ്. വാഗൊണ്ടെന്നും പറയാം. പക്ഷെ കൈകൊണ്ട് സഹായിക്കാനും മനസ്സുകൊണ്ട് ഇറങ്ങി ചെല്ലാനും നമ്മൾ കഴിയണം.
നമ്മുടെ മനസ്സ് എത്തുന്ന സ്ഥലത്ത് കൈകൾ കൊണ്ടുള്ള ഒരു അനുകമ്പയും ദൈവം നമ്മൾ കാണിക്കാൻ തയ്യാറാണ്. അതില്ലെങ്കിൽ വളരെ വിഷമമുള്ള കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സൈമൺ നാടാർക്ക് ഇത്രയും ഒരു സുരക്ഷിതമായ വീട് നിർമ്മിച്ച് നൽകിയത് വലിയ വീടൊന്നുമല്ല. കാരണം ഞാൻ ഒരു കാര്യം പറയാം, കേരള കോൺഗ്രസിൻ്റെ ഒരു ചെറിയ പാർട്ടിയാണ് ഈ സംസ്ഥാനത്ത്. നമ്മൾ